പിന്നെ നമുക്ക് നല്ല ആഫ്രിക്കൻ മുഷ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകാരൻ്റെ അടുത്ത് ഇങ്ങനെ വെട്ടി പീസായിട്ടാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുകയാണ് പതിവ്. പക്ഷേ മീൻകാരനെ വെട്ടി കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് തൊലി പിന്നീട് പൊളിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ കഷ്ണമായതുകൊണ്ട് ഞാൻ വീട്ടിലെ കത്തി ഉപയോഗിച്ച് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വറക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക്, ഒരല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. അല്ലാതെ നമ്മൾ മീനിലേക്ക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകും. പുഴമീൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണല്ലോ അത്. അധികം ദശക്കട്ടി ഉണ്ടാവില്ല, അപ്പോൾ അത് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ മസാല തയ്യാറാക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഒരു 1/4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും. അതിനെ ഒരിത്തിരി വിനാഗിരിയും ഉപ്പും ചേർത്ത് കഴുകി കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് മാറി കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ മസാലയൊക്കെ തേച്ച് ഒരല്പ സമയമൊക്കെ വെച്ചു. അതിനുശേഷം നമ്മൾ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ചധികം സമയം വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ മറിച്ചിടരുത്. അപ്പം നമ്മൾ ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ മീനായതുകൊണ്ട് തന്നെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ മീനാകുമ്പോൾ ചെറിയ മുഷമൊക്കെ ആകുമ്പോൾ അതിന് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. കിട്ടും.